ഞാൻ ദേ ഇവിടെ തണുത്ത് വിറച്ചിരിക്കാണ് കേട്ടോ. അപ്പോൾ ദേ ഇവന് കണ്ടില്ലേ, അവന് ഒരു പുതപ്പും വേണ്ട, ഒന്നും വേണ്ട. അപ്പം ഇവിടെയുള്ള ഒരുപാട് പാരൻസിൻ്റെയൊക്കെ ഒരു വിഷമമായിരിക്കും. എത്ര പുതപ്പിട്ട് കൊടുത്താലും പിള്ളേർ തട്ടിക്കളയാണ്. ഇവിടെ ഉള്ളതെന്നല്ല, നാട്ടിലാണെങ്കിൽ നമ്മളൊരു തണുപ്പ് വരുമ്പം പിള്ളേർക്ക് പുതപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിലും നമ്മൾ ലെയർ ചെയ്തിട്ടൊക്കെ ഡ്രസ്സ് ചെയ്ത് കൊടുക്കാനൊക്കെ ശ്രമിക്കുമല്ലേ. പക്ഷെ അവർക്കതൊന്നും പിടിക്കില്ല. അപ്പം നമ്മൾ ഒരിക്കൽ പറ്റുങ്ങൾക്ക് തണുക്കണില്ലേ, ഇതെന്ത് സോക്സ് ഇടാൻ സമ്മതിക്കില്ല, ഷൂ തട്ടിക്കളയും. അങ്ങനത്തെ കുറേ പരിപാടികൾ നമ്മൾ ഇവരെ പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഇവർ ചെയ്യൂലേ. അപ്പം അതിൻ്റെ റീസൺ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ്. കുട്ടികളുടെ ശരീരത്തിലെ ഒരു പ്രത്യേക തരം ഫാറ്റ് ഉണ്ടെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ബ്രൗൺ ഫാറ്റ് എന്നാണ് അതിന് പറയാം. അപ്പം ഈ ഫാറ്റിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് തന്നെ തണുപ്പ് കാലത്ത് അവരുടെ ബോഡി വാമപ്പ് ചെയ്യാനായിട്ടുള്ള, അതായത് ചൂട് കൊടുക്കാനായിട്ടുള്ള ഫാറ്റാണ്. അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്തില്ലെങ്കിലും അവരുടെ ബോഡി ചൂടായിരിക്കും. അപ്പം തണുപ്പ് വരുമ്പം ആ ഫാറ്റ് അതിൻ്റെ പണി ചെയ്തിട്ട് ബോഡീനെ ചൂടാക്കും. ഓക്കെ, അപ്പം അതാണ് ഇവരുടെ ശരീരത്തിൽ നടക്കുന്നത്. ഇപ്പോൾ ഇവർക്ക് രാത്രി പുതപ്പിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. പിന്നെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇവർ കൂടുതലായിട്ട് ലെയർ ചെയ്യാനൊന്നും ശ്രമിക്കണ്ട. ആവശ്യത്തിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷർട്ടും പാൻറ്റും പിന്നെ ജാക്കറ്റും അങ്ങനത്തെ കുറച്ചാണ്. ലെയർ ചെയ്യാനായിട്ട് അധികം ലെയർ ചെയ്യാനായിട്ട് ശ്രമിക്കണ്ട. കാരണം നമ്മൾ അത്രയും ലെയർ ചെയ്ത് കഴിയുമ്പം ആ ഒരു ഫാറ്റിന് അതിൻ്റെ വർക്ക് ചെയ്യാൻ പറ്റാണ്ടായിട്ട് വരും. അപ്പം അതുകൊണ്ട് കുട്ടികൾ എൻജോയ് ചെയ്ത് നടക്കട്ടെ. ഓക്കെ, പാരൻസ് വെറുതെ ചെയ്യണ്ട.